സുഭാഷിതം. സക്കരിയ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടുതിരിവീൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. Do not be like your fathers, to whom the former prophets preached, saying, Thus the Lord of hosts, turn now from your evil ways and your evil deeds. But they did not hear nor heed me, says the Lord. ഹഗ്ഗായി പ്രവാചകന്റെ സമകാലികനായിരുന്ന ഒരു യുവ പ്രവാചകനായിരുന്നു സക്കരിയാവ്. ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിനു വേണ്ടി ബാബിലോണിൽ നിന്നും മടങ്ങി വന്ന യഹൂദന്മാരോടൊപ്പം സക്കരിയാവും ഉണ്ടായിരുന്നു. സക്കരിയാവ് അന്ന് ചെറുപ്പമായിരുന്നെങ്കിലും പ്രവാചകനായി ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരുന്നു. ഹഗ്ഗായി പ്രസംഗിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ ദേവാലയ പണി ആരംഭിച്ചു. അന്ന് സക്കരിയാവും ശുശ്രൂഷ ആരംഭിച്ചു. പിന്നീട് അവർ ഇരുവരും ഏകദേശം 4 വർഷത്തോളം ഒന്നിച്ച് പ്രവചിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. സക്കരിയാവിൻ്റെ പ്രവചനം ആരംഭിക്കുന്നത് യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു എന്നുള്ള പ്രസ്താവനയോടെയാണ്. തുടർന്ന് യഹോവയായ ദൈവം യുവാവായ സക്കരിയാവിൽ കൂടെ അവരോട് അരുളി ചെയ്യുന്നു. മുൻകാലങ്ങളിൽ പ്രവാചകന്മാരിൽ കൂടെ ദൈവം അവരോട് അരുളി ചെയ്തിട്ടും ചട്ടങ്ങളും പ്രമാണങ്ങളും ലംഘിച്ച് അനുസരണക്കേടിൻ്റെയും പാപപ്രവൃത്തിയുടെയും ഫലമായി അടിമത്തത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നതും യെരുശലേം ദേവാലയം നശിക്കപ്പെടേണ്ടി വന്നതും തലമുറകൾക്ക് ഓർമ്മയായിരിക്കണമെന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നു. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ ദൈവവും അവരുടെ അടുക്കിലേക്ക് തിരിയുമെന്ന് 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. നാം വായിച്ച വാക്യത്തിൽ മാനസാന്തരത്തിനുള്ള ആഹ്വാനം വന്നപ്പോൾ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുതെന്ന് സക്കരിയാവ് ജനങ്ങളോട് പറയുന്നു. കാരണം അരുളപ്പാട് അറിയിച്ച പ്രവാചകന്മാരുടെ വാക്കുകൾ അവർ കൈക്കൊണ്ടില്ല. അതിനാൽ അവരുടെ പിതാക്കന്മാർ അവരുടെ അകൃത്യങ്ങൾ നിമിത്തം നശിച്ചു. കർത്താവിൻ്റെ വചനങ്ങളും ചട്ടങ്ങളും നിലനിന്നു. വചനം പറഞ്ഞതുപോലെ ന്യായവിധികളും വന്നു. കർത്താവിലേക്ക് മടങ്ങി വന്ന ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരുന്നതിനു വേണ്ടി പ്രവാചകൻ ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഏതു പ്രായത്തിലുള്ള വ്യക്തികളായിരുന്നാലും മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. അവരവരുടെ ആത്മീക ജീവിതത്തിന് ഉത്തരവാദി അവരവരാകുന്നു. അപ്പന് മക്കളെയോ മക്കൾക്ക് അപ്പനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. യെഹെസ്കേൽ പ്രവാചകൻ 18:20 പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കണ്ട, അപ്പൻ മകൻ്റെ അകൃത്യവും വഹിക്കണ്ട. നീതിമാന്റെ നീതി അവൻ്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നമ്മുടെ തലമുറകളെക്കുറിച്ച് വലിയ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. മാനസാന്തരപ്പെടാത്ത മാതാപിതാക്കളുടെ വഴികളിലല്ല തലമുറകൾ ജീവിക്കേണ്ടതെന്നാണ് സക്കരിയ പ്രവാചകൻ പറഞ്ഞതിൻ്റെ സാരം. യോഹന്നാൻ സ്നാപകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആകയാൽ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ കഴുകപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.